ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി SGOUൻ്റെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റാണ്. ഓക്കെ, സോ ഇതിന് മുന്നേ ഉള്ള മൊഡ്യൂളിൻ്റെ വീഡിയോസ് നമ്മൾ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ്, ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. സോ ഈ ഒരു ബ്ലോക്ക് 2-ലും നമുക്ക് 4 യൂണിറ്റ്സ് തന്നെയാണ് ഉള്ളത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എന്നുള്ള യൂണിറ്റ് ആണ്. സോ ഇതിലെങ്ങനെയാണ് ഒരു റിപ്പോർട്ട്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഒരു ന്യൂസ് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൻ്റെ ആദ്യത്തെ യൂണിറ്റാണ് ന്യൂസ് വാല്യൂസ് ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഒരു ന്യൂസ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ് അതിൻ്റെ വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് പറയുന്നത് എന്താണ് ഒരു ന്യൂസ്, വാട്ട് ഈസ് എ ന്യൂസ് എന്നുള്ളതാണ്. ന്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓഫ് കറൻറ്റ് ഇവൻറ്റ്സ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബേസിക്കലി ഇൻഫർമേഷൻ എബൌട്ട് ആൻ ഇവൻറ്റ് ദാറ്റ് ഹാപ്പൻഡ് ഓർ വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, സോ ഒരു കറൻറ്റ് ഇവൻറ്റിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുക. അതായത് ഇൻഫർമേഷനാണ്, ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നതാവാം. അങ്ങനെയുള്ളൊരു ഇവൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ഓൺ റീസെൻറ്റ് ഇഷ്യൂസ് ഓർ ടോപ്പിക്സ് സീൻ ഇൻ ന്യൂസ് പേപ്പേഴ്സ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് ഇൻ്റർനെറ്റ്. നമ്മൾ ഈ ന്യൂസ് പേപ്പറിലും TV-യിലും നെറ്റിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയാസിലും ഒക്കെ കാണുന്ന റീസെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ടോപ്പിക്സിൻ്റെ ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് മസ്റ്റ് ബി അൺഫെമിലിയർ, ന്യൂ ആൻഡ് എബൌട്ട് ദ പീപ്പിൾ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ന്യൂസ് ആയിട്ട് വരില്ല. അതൊരു അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാവാം, അല്ലെങ്കിൽ പുതിയൊരു കാര്യമാവാം, അല്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ചുള്ള ഒരു കാര്യമാവാം, അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന ഒരു കാര്യമാവാം. അതിനെയാണ് നമ്മൾ ന്യൂസായിട്ട് പറയുക. സാധാരണ പാസ്റ്റിൽ ഹാപ്പൻ ചെയ്തത് ഫ്യൂച്ചറിൽ നമ്മൾ അറിയിക്കുന്നത്, അത് ഇന്നലെ ഇങ്ങനെ നടന്നു എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് ന്യൂസാണ്, പീപ്പിളിലേക്ക് എത്തിക്കുന്നത് ന്യൂസാണ്. അവരുടെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പൊതുവെ എന്തായിട്ട് വരിക, ന്യൂസായിട്ട് വരിക. ഓക്കെ, കേൾക്കുമ്പോൾ ഒരു കൗതുകവും ഇല്ലാത്ത, നമുക്ക് അറിയണമെന്നേ ഇല്ലാത്ത ഒരു കാര്യം ന്യൂസായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ന്യൂസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അതായത് ഇതിലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കേരളത്തിലെ ആൾക്കാർ നമ്മൾ കൊറോണ വൈറസിനെ കുറിച്ച് കേൾക്കുന്നത് അത് വുഹാനിൽ, ചൈനയിൽ വന്ന സമയത്ത് നമ്മളുടെ പേപ്പറുകളിലൊക്കെ ചെറുതായിട്ട് എന്തുണ്ടായിരുന്നു, ഇങ്ങനെ ചൈനയിൽ ഇങ്ങനെ ഒരു പുതിയൊരു വൈറസ് വ്യാപിക്കുന്നു എന്നുള്ള രീതിക്കുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് നമ്മളുടെ കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇതാണ് കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡെഡ്ലി ആയിട്ടുള്ളൊരു വൈറസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മുന്നേ കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തിലൂടെയാണ് അറിഞ്ഞത്, ന്യൂസിലൂടെയാണ് അറിഞ്ഞത്. സോ ഈ രീതിയിൽ കേരളത്തിലേക്ക് അത് എത്തുന്ന സമയത്ത് തന്നെ അത് കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ഇത്ര കേസുകളാണ് നമുക്ക് വരുന്നത്, ഓരോ ദിവസവും ഇത്ര കേസുകളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരുന്നത് എന്താണ്, അതൊക്കെ ന്യൂസുകളാണ്. ഓക്കെ, സോ 2-3 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. സാം സൽമാൻ്റെ ഡെഫിനിഷൻ നോക്കാം. ന്യൂസ് ഈസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഇറ്റ് ഈസ് വാട്ട് പീപ്പിൾ നീഡ് ടു നോ ആൻഡ് വാട്ട് ദേ വോണ്ട് ടു നോ. ഓക്കെ, അതായത് ന്യൂസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റീനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വാട്ട് പീപ്പിൾ നീഡ് ടു നോ. അവർക്ക് ആവശ്യമുണ്ട്, നമുക്ക് അറിയണം എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ടുന്ന ഒരു കാര്യം, വാട്ട് ദേ വോണ്ട് ടു നോ. ഓക്കെ, ആ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ്റെ റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസ് എന്ന് പറയുക. ഇനി വാട്ട് ഷേപ്സ് എ ന്യൂസ്, എങ്ങനെയാണ് ഒരു ന്യൂസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5W ക്വസ്റ്റ്യൻസിനും ഒരു H ക്വസ്റ്റ്യനും ആൻസർ കിട്ടുന്ന ഒരു റിപ്പോർട്ടായിരിക്കണം എന്തെന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് സ്റ്റോറിയുടെ 6 എലമെൻറ്റ്സ് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. 5 Ws ആൻഡ് 1 H. ഈ Ws എന്ന് പറയുന്നത് ഹൂ, വാട്ട്, വെൻ, വേർ, വൈ എന്നുള്ളതാണ്. ഒരു H എന്ന് പറയുന്നത് ഹൗ. ഇങ്ങനെ 6 എലമെൻറ്റ്സ് ഉള്ളൊരു കാര്യമാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഒരു ന്യൂസ് ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം. ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, വാട്ട് എന്താണ് സംഭവിച്ചത്, വെൻ എപ്പോഴാണ് സംഭവിച്ചത്, വേർ എവിടെയാണ് സംഭവിച്ചത്, വൈ എന്തുകൊണ്ടാണത് സംഭവിച്ചത്, ആൻഡ് ഹൗ എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ന്യൂസ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, സോ ഫസ്റ്റ് പാരഗ്രാഫ് പൊതുവേ നമ്മൾ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്ന പാരഗ്രാഫിൽ ഈ 6 എലമെൻറ്റ്സും ഉണ്ടായിരിക്കണം. 5 Ws 1 H ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുക. ഓക്കെ,
നമ്മൾ കഴിഞ്ഞ ദിവസം #ഹാഷ്ടാഗ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ലിവ്സ് മാറ്റേഴ്സ് എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാമ്പിളായിരുന്നു നമ്മളുടെ ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന 46 വയസ്സുള്ള ഒരു മനുഷ്യൻ, പോലീസ് ഓഫീസറിൻ്റെ മരിച്ച ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതൊരു ന്യൂസാക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഹൂ എന്നുള്ളതിന് ആൻസർ ഇവിടെ എന്താ, ജോർജ് ഫ്ലോയിഡ് എന്നുള്ള പേഴ്സണാണ്, മൂപ്പരാണ് മരിച്ചത്. ദെൻ വെൻ എന്ന് പറഞ്ഞാൽ May 25, 2020 മരിച്ചത്. വേർ എന്ന് പറഞ്ഞാൽ US-ലുള്ള മിനിയാപോളിസ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. വൈ എന്നുള്ള ക്വസ്റ്റൻ എന്താണ് ആൻസർ, റേസിസം എന്നുള്ളതാണ്. വൈറ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസർ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊല്ലുന്നു എന്നുള്ള രീതിക്കാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ വാട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറക് എന്ന് പറയുന്ന പോലീസ് ഓഫീസറിൻ്റെ പ്രവൃത്തി കൊണ്ട് ജോർജ് മരിക്കുന്നു എന്നുള്ള രീതിക്കാണ് വരുന്നത്. ദെൻ ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഡെറക് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ എന്ത് ചെയ്യുന്നു, ഫ്ലോയിഡിനെ അറസ്റ്റ് ചെയ്യുന്നു, ഹാൻഡ് കഫ് ചെയ്യുന്നു. ദെൻ 8 or 9 minutes മൂപ്പരെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അൺടിൽ ഹീസ് മോഷൻലെസ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക്. അങ്ങനെയാണ് മൂപ്പർ മരിക്കുന്നത്. സോ ആ രീതിയിലാണ് ഇത് സംഭവിച്ചത്. സോ ഇത്രയും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന കാര്യം എന്തിലുണ്ടാവണം, ഓരോ ന്യൂസിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ വേറൊരു പോയിന്റ് പറയുന്നത് ന്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ആർ ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. മിയർ ഇൻഫർമേഷൻ ഒരിക്കലും നമുക്കൊരു ന്യൂസ് ആവില്ല. അതായത് നമുക്കിപ്പോൾ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യണം, 2 meter ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾസ് ആയിരുന്നു, COVID-19 പ്രോട്ടോകോൾസ് ആയിരുന്നു. അതൊക്കെ ഇൻഫർമേഷനാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഇൻഫർമേഷനാണ്. ന്യൂസ് എന്ന് പറയുന്നത് ഓർഡിനറീൻ്റെ പുറത്തായിട്ട് അൺയൂഷ്വൽ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസ് എന്ന് പറയാം. ഓക്കെ, പെട്രോളിൻ്റെ വില കൂടി, അല്ലെങ്കിൽ വെതറിൽ ചേഞ്ചസ് ഉണ്ടായി, ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും സംഭവിച്ചു, പാൻഡമിക്സ് എന്തെങ്കിലും വന്നു, കൊറോണയൊക്കെ വന്നു എന്ന് പറയുന്നത് ഒരു ന്യൂസാണ്. ഓക്കെ, സോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്കാംസ് എന്തെങ്കിലും നടന്നു, കറപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടായി, അങ്ങനെയൊക്കെ പറയുന്നതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ന്യൂസ് എന്നുള്ള വേർഡ് തന്നെ ന്യൂ എന്നുള്ള വേർഡ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ്. പീപ്പിൾസിന് ആക്ച്വലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യം അറിയാനാണ് കുറച്ചുകൂടെ എന്തുണ്ടായിരിക്കുക, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം വായിക്കാൻ അവർക്ക് ഒരിക്കലും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള പുതിയ കണ്ടന്റുകൾ അറിയാനാണ് അവർക്ക് കുറച്ചുകൂടെ താല്പര്യം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ന്യൂസ് ഇൻഫർമേഷനിൽ നിന്നും ചെറിയ ഡിഫറൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ന്യൂസ് വാല്യൂസ് ആണ്. നമുക്ക് കുറച്ച് വാല്യൂസ് നോക്കിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു ദിവസം തന്നെ ഒരുപാടധികം ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ, ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ആ ഒരു കാര്യം മാത്രമാണ് കുറച്ചുകൂടെ വർത്തി ആയിട്ടുള്ളത്, ന്യൂസ് വർത്തി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ന്യൂസ് വാല്യൂസ് ഉള്ള കാര്യങ്ങളായിട്ടുള്ളത്. അതൊരു പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യാം. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ന്യൂസ് ആയിരിക്കില്ല വേറൊരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുക. ചിലർക്ക് പൊളിറ്റിക്കൽ ന്യൂസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടം. സോ ഓരോ പേഴ്സണെ വെച്ച് ആ ഒരു വാല്യൂ ഡിഫർ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ സൊസൈറ്റീനെ, സ്റ്റേറ്റിനെ, കൺട്രീനെ ഒക്കെ വെച്ച് അത് ഡിഫറൻസ് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും മാച്ച് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലുള്ള, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിക്കൊള്ളണം എന്നില്ല, തോന്നാൻ പാടില്ല എന്നുമില്ല. സോ ജനറലി തോന്നണം എന്നില്ല. സോ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ന്യൂസ് വാല്യൂസ് എന്ന് പറയുന്നത് റിപ്പോർട്ടേഴ്സിനെയും ജേർണലിസ്റ്റിനെയും ഒക്കെ ഇത്രയധികം ന്യൂസുകളിൽ നിന്നും ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസ് വാല്യൂസ് എന്ന് പറയാം. അതായത് ഒരു ദിവസം തന്നെ ഒരുപാടധികം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിൽ ഏത് കാര്യത്തിനെയാണ് നമ്മൾ ഇന്നത്തെ ന്യൂസ് ആക്കി കൊടുക്കേണ്ടത്, ഇതിൽ ഏത് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന് കുറച്ച് വാല്യൂസ് ഉണ്ട്. എന്തൊക്കെ നോക്കിയിട്ടാണ് ഈ ന്യൂസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്. ആദ്യത്തെയാണ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാടധികം ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസാണ്. ഓക്കെ, അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ന്യൂസാണ്. പെട്രോളിൻ്റെ പ്രൈസ് കൂടുന്നു എന്ന് പറയുന്നത് ഒരുപാടധികം ആൾക്കാരെ ഒറ്റയടിക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു ന്യൂസാണ്. അതേപോലെ ഇമോഷണൽ സ്റ്റോറീസിനൊക്കെ കുറച്ചുകൂടെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുകൂടെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോറീസ് നമ്മൾ ഇടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ കൊടുക്കുന്ന സമയത്ത് അത് ഒരുപാടധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്.
ദെൻ രണ്ടാമത്തെ കാര്യമാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതായത് ടൈംലി ആയിട്ട് ന്യൂസ് കിട്ടണം. ഏതെങ്കിലും കാലത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. സോ ടൈംലി ആയിട്ട് ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് ആയിട്ടുള്ള ന്യൂസസ് ആണ് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമായിട്ടുള്ളത്. 2 ആഴ്ച മുന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ആക്ച്വലി ഒരു ന്യൂസ് അല്ല. അത് പൊതുവേ ഫ്രഷും ന്യൂ ആയിട്ട് കിട്ടാനാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ടൈം ലൈൻസ് പക്ഷേ വേരിയസ് മീഡിയം യൂസ് ചെയ്യുമ്പോൾ അത് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ എന്താണോ നടന്നത് അതായിരിക്കും ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇന്നലെ എന്താണോ സംഭവിച്ചത് അതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ നമ്മൾ കാണുന്നത്. മാഗസീൻസ് ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച മന്ത്ലി ഇറങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു മാസം സംഭവിച്ച കാര്യങ്ങളെല്ലാം മാഗസീൻസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടെലിവിഷനൊക്കെ കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആണ്. അത് കഴിഞ്ഞ സെക്കൻഡിൽ നടന്നത് നമുക്ക് പറയണം, അല്ലെങ്കിൽ കഴിഞ്ഞ മിനിറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പറയണം എന്നുള്ള രീതിക്കായിരിക്കും എന്ത് വർക്ക് ചെയ്യാം, ടെലിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതുകൊണ്ട് തന്നെ ഓരോ മീഡിയത്തിനും ന്യൂസ് ഡിസമിനേറ്റ് ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ന്യൂസായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക. ഓക്കെ, കാരണം അതിനാണ് എന്തുള്ളത്, ന്യൂസ് വാല്യൂസ് ഉള്ളത്. ദെൻ മൂന്നാമത്തെ കാര്യമാണ് പ്രോമിനൻസ് എന്ന് പറയുന്നത്. അതായത് വെൽ നോൺ ആയിട്ടുള്ള പീപ്പിൾസ്, പ്ലേസസ്, ഇവൻറ്റ്സ്, ഓർഗനൈസേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് ന്യൂസാണ്. ഒരു സാധാരണ ആൾ ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുന്നതും ഒരു സെലിബ്രിറ്റി ഫുട്ബോൾ കളിക്കുന്നു എന്ന് പറയുന്നതിലും ഇതിലേതായിരിക്കും ന്യൂസ് ആവുന്നുണ്ടായിരിക്കുക? സെലിബ്രിറ്റി ഫുട്ബോൾ കളിച്ചു എന്നുള്ളതായിരിക്കും ന്യൂസ് ആവുന്നുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? അതൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരു പീപ്പിളാണ് എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അതേപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ മാരേജ്, അവരുടെ ഡിവോഴ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ട്രെൻഡിങ് ആയിട്ട് പോകാറുള്ളത്, അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിട്ട് പോകാറുള്ളത്. അതേപോലെ തന്നെ ദിവാലി, ക്രിസ്മസ് പോലെയുള്ള ഇവൻറ്റ്സിൻ്റെ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ താജ്മഹൽ അല്ലെങ്കിൽ കുത്തബ് മിനാർ അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ന്യൂസുകളാണ് എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ആൾക്കാർക്ക് കേൾക്കാനും അത് കാണാനും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് സോ ഇങ്ങനെ പ്രോമിനൻസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂസ് സെലക്ട് ചെയ്യപ്പെടാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. പൊതുവേ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന ഏറ്റവും അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ നമുക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതായത് US ഒരു ചെറിയ എർത്ത് നടന്നു എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ അത്ര വലിയ വാർത്തയാവണമെന്നില്ല. പക്ഷേ കേരളത്തിൽ എവിടെയെങ്കിലും ഒരെവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ഉണ്ടായത് എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ വാർത്ത തന്നെയാണ്, വലിയൊരു കോളത്തിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. സോ അതാണ് ഈ പ്രോക്സിമിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൾച്ചർ, നമ്മളുടെ ഇമോഷൻസ്, പ്ലേസ്, കൺട്രി ഒക്കെ അനുസരിച്ച് മാറാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ന്യൂസിൽ പൊതുവേ ഡിസഗ്രിമെൻറ്റ്സും ആർഗ്യുമെൻറ്റ്സും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പൊതുവേ വരാറുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് മീഡിയയ്ക്ക് പ്രൈം ബെയ്റ്റ് ആണ്. അതായത് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് ന്യൂസിൽ ഇടുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് കുറച്ചുകൂടെ ആൾക്കാർ അത് കാണാനും അതിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് പബ്ലിക് ഡിബേറ്റുകൾ ഉണ്ടാവാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പൊളിറ്റിക്കൽ ന്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീഡിയയ്ക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് വരാനുള്ള ന്യൂസുകളാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഓഡിറ്റി എന്ന് പറയുന്നത്. അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ന്യൂസുകളൊക്കെ അറ്റൻഷൻ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാറുണ്ട്. നമ്മൾ ഫ്ലഡ് വന്ന സമയത്ത്, നമ്മളുടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡീനെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളുടെ 2018 സിനിമയിലൊക്കെ നമുക്കത് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ എറണാകുളത്ത്, ആലുവയിൽ അങ്ങനെ എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള സർപ്രൈസിങ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഓർ ഇമോഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വരുന്ന നമ്മളുടെ ഇമോഷൻസിനെ പെട്ടെന്ന് അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന ന്യൂസുകളാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ റെലവൻ്റ് ആയിരിക്കും. റീഡേഴ്സിന് ആക്ച്വലി വേണ്ടത് ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ കൾച്ചേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, സർവൈവൽ അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഹ്യൂമൻ്റെ ഇൻട്രസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് ഇൻസ്പിറേഷണൽ സ്റ്റോറീസോ അല്ലെങ്കിൽ സെൽഫ്ലെസ് ആക്ഷൻസ് ആരെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലോ, യുണീക്ക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിലോ, ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂസുകളാണ് എന്നുണ്ടെങ്കിലോ അതൊക്കെ കുറച്ചുകൂടെ വൈറലാവാനുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ കാണാനുള്ള, ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്ത് ഒരു മനുഷ്യൻ അയാളുടെ പെറ്റ് ഡോഗിനെ കാറിൽ ഇങ്ങനെ ടൈ ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും ഇമോഷൻസ്
കുറേയധികം പേരിലേക്ക് എത്തുകയും ചെയ്തു. സോ അത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു കാര്യമാണ് മൂപ്പര് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുകയും മൂപ്പർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ രീതിയിലുള്ള ഇമോഷൻസിലുള്ള ന്യൂസുകളാണ് എന്നുണ്ടെങ്കിലും അതിന് റീച്ച് കൂടുതലായിരിക്കും. സോ അങ്ങനെയുള്ള ന്യൂസുകളും നമുക്ക് ന്യൂസ് വാല്യൂസ് കൂടുതലുള്ള ന്യൂസുകളാണ്. ദെൻ നെക്സ്റ്റ് ആണ് യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷനും ഇമോഷനും മാത്രമല്ല, പബ്ലിക്കിനെ പല തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുക. COVID-19 കേരളത്തിൽ സംഭവിച്ച സമയത്ത് മീഡിയ ഒരു ക്രൂഷ്യൽ റോള് വഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മുതൽ നമ്മൾ പറയുന്ന എക്സാമ്പിളാണ് കൊറോണയുടെ. സോഷ്യൽ ഡിസ്റ്റൻസിങ്, സാനിറ്റൈസർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ സേഫായിട്ടിരിക്കാം, ഓർഗൻ ഡൊണേഷൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം, വെതർ എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലി പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഇപ്പോൾ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുകളെല്ലാം വരുന്നത് എന്തിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ആൾക്കാരെ ആ ഒരു ഇതിന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ആ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് കൂടെ ആയിരിക്കണം ഒരു ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഡിസാസ്റ്റേഴ്സിൻ്റെ ന്യൂസ് നമ്മൾ പൊതുവേ കാണുന്നതാണ്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവാം, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആവാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് വോൾക്കാനിക് ഇറപ്ഷൻസ്, അല്ലെങ്കിൽ ഫ്ലഡ്, സുനാമി, ലാൻഡ് സ്ലൈഡ്സ് അങ്ങനെയുള്ളതൊക്കെയാണ് എന്തിൽ വരിക? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ വരിക. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റോഡ് പൊളിഞ്ഞു വീഴുന്നു, പാലം പൊളിഞ്ഞു വീഴുന്നു, ട്രെയിൻ ആക്സിഡൻറ്റ്സ്, എയ്റോപ്ലെയിൻ ആക്സിഡൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിൽ വരിക. സോ ഈ ഒരു ആക്സിഡൻസിൽ വല്ല സെലിബ്രിറ്റീസും ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂസ് ഇമ്പാക്റ്റ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, ബാക്കിയുള്ളവർ മരിച്ചു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ റീച്ച് കൂടുതലായിരിക്കും, അവരെ കുറേ അധികം ആൾക്കാർ അറിയുന്നത് കൊണ്ട് ഇമോഷണൽ കണക്ടിവിറ്റി കൂടുതലായിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അതല്ല എന്നുണ്ടെങ്കിലും ഒരുപാട് പേര് മരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ ന്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ വാല്യൂ എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, കോഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരാറുണ്ട്. സ്റ്റുഡൻസിന് അവരുടെ കരിയർ ഡ്രീംസ് പെർസ്യൂ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ വേക്കൻസീസ്, അഡ്മിഷൻ്റെ ന്യൂസുകൾ, അങ്ങനെയൊക്കെ വരുന്നത് കുറച്ചുകൂടെ എഡ്യൂക്കേഷണൽ വാല്യൂ ഉള്ള ന്യൂസുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞിട്ടൊരു കോളം അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് കണ്ടംപററി ന്യൂസ് എന്ന് പറയുന്നത്. അതായത് കറൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നത് ന്യൂസിൻ്റെ ലൈഫ് ബ്ലഡ് ആണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ന്യൂസിൻ്റെ ലൈഫ് ബ്ലഡ് ആയിട്ടുള്ളത്. അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ അറൗണ്ട് ദ വേൾഡ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ലോകത്ത് ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചുറ്റും എന്നുള്ളതാണ് നമുക്ക് അവിടെ അറിയാനായിട്ട് പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൊറോണ വന്ന സമയത്ത്, എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ കൊറോണയാണ് വരുന്നത്. കൊറോണ വന്ന സമയത്ത് എത്ര പേർക്ക് കൊറോണ ഇപ്പോൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊറോണ ബാധിതരുടെ എണ്ണം ഇത്രത്തോളം കൂടി, ഇത്രത്തോളം കുറഞ്ഞു, ഇത്ര പേർ റിക്കവർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്തും നമുക്ക് അങ്ങനെയായിരുന്നു. ഇത്ര പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇത്ര പേര് വീണ്ടും കുടുങ്ങി കിടക്കാണ്, ഇത്ര പേർക്ക് സഹായങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇലക്ഷൻ ടൈം ആണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കാൻഡിഡേറ്റ്സ് എന്നിവരൊക്കെയാണ് വോട്ട് എണ്ണുന്ന സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് വരും. ഇത്ര വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ നമുക്ക് വരാറുണ്ട്. ഹെവി റെയിൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മഴക്കാലമാണ്, പ്രളയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇന്ന സ്ഥലത്ത് ഇത്ര മഴ പെയ്തു, അങ്ങനെയുള്ള ന്യൂസുകളെല്ലാം നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. സോ ഡെയിലി അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ന്യൂസ് വാല്യൂസ് ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളിൽ വരുന്ന ന്യൂസുകൾക്കാണ് എന്ത് കൂടുതലുള്ളത്? ന്യൂസ് വാല്യൂസ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഡെയിലി സംഭവിക്കുന്ന ഇവൻറ്റുകളിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന ഇവൻറ്റ്സ് കുറച്ചുകൂടെ ന്യൂസ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് ന്യൂസ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിൽ ഇതാണ് ലാസ്റ്റ് ടോപ്പിക്ക്, ടൈപ്പ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്സ് ഓഫ് ന്യൂസ് നമ്മൾ ന്യൂസ് പേപ്പറിലും റേഡിയോയിലും ടി വിയിലും ഡിജിറ്റൽ മീഡിയയിലും എല്ലാവിടെയും കാണാറുണ്ട്. ഷോർട്ടായിട്ടുള്ള ന്യൂസുകളുണ്ട്, ലെങ്തി ആയിട്ടുള്ള ന്യൂസുകളുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതുണ്ട്, ഫാക്റ്റുകൾ പറയുന്നതുണ്ട്, ഫിഗേഴ്സ് പറയുന്നുണ്ട്, ഇത്ര ശതമാനം, ഇത്ര എണ്ണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നതുണ്ട്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ്സ് പറയുന്നതുണ്ട്. സോ അങ്ങനെ പല തരത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ ഡെയിലി കാണാറുള്ളത്. എൻ്റർടൈൻ ചെയ്യുക മാത്രമല്ല, നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കുകയും അതേപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ന്യൂസുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സോ ഈ ടൈപ്സ് ഓഫ് ന്യൂസിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് ന്യൂസ് ആണുള്ളത്. ഹാർഡ് ന്യൂസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ന്യൂസ് എന്ന് പറയുന്നത്, സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആദ്യത്തെ വരുന്നത് ഹാർഡ് ന്യൂസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ന്യൂസ് എന്നുള്ളതാണ്.
നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ കാണുന്ന ന്യൂസുകളാണ് പൊതുവെ ഹാർഡ് ന്യൂസ് എന്ന് നമ്മൾ പറയാറുള്ളത്. അതായത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുന്ന ഫാക്ച്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ന്യൂസുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഹാർഡ് ന്യൂസ് എന്ന് പറയാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ആൾക്കാരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് ഇവൻറ്റിനെ കുറിച്ച് ആൾക്കാരെ ഇൻഫോം ചെയ്യുക, അവരുടെ ലൈഫിൽ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് ആൾക്കാരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് എന്തിൽ വരുന്നത്, ഹാർഡ് ന്യൂസിൽ വരുന്നത്. ഓക്കെ, സോ ഇവിടെ അനാലിസിസ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ആ ഫാക്റ്റ് ആൾക്കാരുടെ അടുത്ത് പറയുന്നു. ആ റിപ്പോർട്ടർ ആ ഒരു ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം അത് അങ്ങനെ തന്നെ പറയുന്നു എന്നുള്ള രീതിക്കാണ് ഇതിൽ വരിക, ഹാർഡ് ന്യൂസിൽ വരിക. സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഇവിടെ നമ്മൾ പൊതുവേ കവർ ചെയ്യുക. പൊളിറ്റിക്സ്, ഇക്കണോമിക്സ്, ക്രൈം, ഹെൽത്ത്, സൊസൈറ്റൽ ഇമ്പാക്റ്റ് ബിഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഹാർഡ് ന്യൂസിൽ വരുന്നത്. എന്താണ് സംഭവിച്ചത്, ആരാണ് അഫക്റ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് മോസ്റ്റ്ലി നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യുക, ഹാർഡ് ന്യൂസിൽ ഫോക്കസ് ചെയ്യാം. വാട്ട് ഹാപ്പൻഡ്, ഹൂ വാസ് അഫക്റ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെവിടെ നോക്കുന്നത്, ഹാർഡ് ന്യൂസിൽ നോക്കുന്നത്. റിപ്പോർട്ടേഴ്സ് സ്ട്രിക്റ്റ് ഡെഡ് ലൈൻ ആയിട്ട് അതിൻ്റെ അർജൻസി കൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഫാക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിക്ക് വരുന്ന ന്യൂസാണ് ഹാർഡ് ന്യൂസ് എന്ന് പറയുന്നത്. പെട്രോളിൻ്റെ പ്രൈസ് കൂടി, എവിടെയെങ്കിലും എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് സംഭവിച്ചു, കൊറോണ, എവിടെയെങ്കിലും കർഫ്യൂ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഏതിൽ വരിക, ഹാർഡ് ന്യൂസിൽ വരിക. ഇനി രണ്ടാമത്തെയാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹെവി ആയിട്ടുള്ള ന്യൂസ് അല്ല, കുറച്ചുകൂടെ സബ്ജക്റ്റീവായിട്ട് കണ്ടൻ്റ് ഉള്ള ന്യൂസുകളാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹ്യൂമൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ന്യൂസുകൾ, ഫാഷൻ്റെ ന്യൂസുകൾ ഒക്കെ വരുന്നതിനെയാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് പറയാം. സോഫ്റ്റ് ന്യൂസ് ഒരിക്കലും ഓഡിയൻസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യില്ല. ജേർണലിസ്റ്റിന് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടും എൻ്റർടൈനിങ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ന്യൂസുകളാണ് അല്ലെങ്കിൽ സ്റ്റോറികളാണ് സോഫ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ റിലാക്സ് ചെയ്യാനും ഇൻസ്പിറേഷണലായിട്ടും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടും ഒക്കെയാണ് എന്ത് വരിക, സോഫ്റ്റ് ന്യൂസ് ആൾക്കാർ എൻജോയ് ചെയ്യാറുള്ളത്. ഇതിന് സ്ട്രിക്റ്റ് ഡെഡ് ലൈൻസ് എന്തെങ്കിലും ഉണ്ടാവണമെന്നില്ല. അതേപോലെ റൈറ്റിംഗ് സ്റ്റൈൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആവാം, നമുക്ക് അങ്ങനെ ഫാക്റ്റുകൾ പറയണം എന്നുള്ള രീതിക്ക് വരുന്നതല്ല. റീഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ന്യൂസുകളാണ് സോഫ്റ്റ് ന്യൂസ്. ഇത് പൊതുവേ നമ്മളുടെ ആ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ന്യൂസുകളായിരിക്കണം എന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 67 വയസ്സുള്ള ഒരു റിട്ടയർഡ് ടീച്ചർ IIT മദ്രാസിൽ നിന്നും ഗേറ്റ് ക്രാക്ക് ചെയ്യുന്നു എന്നുള്ള ന്യൂസുകൾ, അതായത് കുറച്ചുകൂടെ എന്താ പറയുക, എന്തെങ്കിലും പുതിയൊരു കാര്യം ആരെങ്കിലും ഇൻവെൻറ്റ് ചെയ്യുന്നു, അൺയൂഷ്വലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻറ്റിന് ഇൻസ്പിറേഷണലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മളുടെ ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിലുള്ള ന്യൂസുകളെയാണ് നമ്മൾ എന്ത് പറയുക, സോഫ്റ്റ് ന്യൂസ് എന്ന് പറയാം. സോ ഇങ്ങനെ ഹാർഡ് ന്യൂസ് ആയിട്ടും സോഫ്റ്റ് ന്യൂസ് ആയിട്ടും ന്യൂസുകൾ വരാറുണ്ട്. ഓക്കെ, സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ന്യൂസ് എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം നോക്കാനുണ്ടായിരുന്നത്. അതിനുശേഷം എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത്, ന്യൂസ് വാല്യൂസ് വരുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ന്യൂസിലൂടെയാണ്, ദെൻ ടൈപ്സ് ഓഫ് ന്യൂസ്, ഹാർഡ് ന്യൂസും സോഫ്റ്റ് ന്യൂസും. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.